വിനീഷ്, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുന്നു. ശമ്പള വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരുടെ സമരം അത് തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ആ മുൻകൂർ ജാമ്യം അത് ഇന്ന് കോടതി ഒന്ന് പുനഃപരിശോധിക്കുകയും കൂടി ചെയ്യുകയാണ്. ക്രിസ്റ്റിന, ദിൽന, ഗുഡ് മോർണിംഗ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് നിർണായക ദിവസം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, കഴിഞ്ഞ മാസം അതായത് ഫെബ്രുവരി 27-നായിരുന്നു അദ്ദേഹത്തിൻ്റെ കേസ് പരിഗണിക്കേണ്ടിയിരിക്കുന്നത്. അതാണിപ്പോൾ ഇന്നത്തേക്ക് മാറ്റിയിട്ടുള്ളത്. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇത് പരിഗണിക്കുന്നത്. അതായത് അതിജീവിതയെ ഫോണിൽ വിളിച്ചു എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജാമ്യ വ്യവസ്ഥയിലെ 5ാമത്തെ വ്യവസ്ഥ അത് ലംഘിക്കപ്പെട്ടു എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടാണ് ഈ കോടതിയെ സമീപിച്ചിട്ടുള്ളത്, വാദിഭാഗം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായക ഒരു ദിവസം തന്നെയാണെന്ന് കോടതി 11 മണിയോടുകൂടിയാണ് ഈ കേസ് പരിഗണിക്കുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മറ്റൊന്ന്, ഇന്ന് രാഹുൽ ഗാന്ധി ഇന്ന് തിരുവനന്തപുരത്ത് വിമാനമാർഗം ഇറങ്ങും. ഇവിടെ നിന്നാണ് കൊല്ലത്തേക്ക് പോവുക. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി കൂടിക്കാഴ്ചയുടെ വാർഷികാഘോഷത്തിന് വേണ്ടിയാണ് അദ്ദേഹം എത്തുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് നാളെയാണ് പരിപാടിയുള്ളത്. നാളെ VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ സമാപനത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കും എന്നുള്ളതാണ്. മറ്റൊന്ന് നഴ്സുമാരുടെ സമരമാണ്. നഴ്സുമാരുടെ സമരം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം യഥാർത്ഥത്തിൽ കേരളത്തെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു സെക്രട്ടേറിയറ്റ് വളയലായിരുന്നു കഴിഞ്ഞ ദിവസം നഴ്സുമാരുടെ സംഘടന നടത്തിയിരുന്നത്. 8000-നും 10,000-നും ഇടയിലുള്ള നഴ്സുമാർ ഇതുപോലെ തന്നെ പണിമുടക്കിക്കൊണ്ട് സമരരംഗത്ത് സജീവമായിരുന്നു. സ്വകാര്യ ആശുപത്രികളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയുണ്ട്. കാരണം ഒരു ആശുപത്രിയിൽ 1/3 നഴ്സുമാർ മാത്രമാണുള്ളത്, ബാക്കി എല്ലാവരും തന്നെ സമരരംഗത്താണ്. ഇതിൽ ചില ആശുപത്രികൾ മാത്രമാണ് ഇവരുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാൻ തയ്യാറായത്. മിനിമം വേതനം 40,000-ആയി കൂട്ടിക്കൊടുക്കാൻ തയ്യാറായത്. ഇന്നും അവരുടെ സമരം തുടരും എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.